നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കുറേ കാലമായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ഒരു ചടങ്ങ് പോലെയായി തീർന്നു നാരായണ ഗുരുവിനെ ചൊല്ലിയുള്ള വിവാദം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തികട്ടി വരും. അവർ ഗുരുവിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. അതേ തുടർന്ന് പിന്നെ ബഹളമാകും. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ നാരായണ ഗുരുവിനെ പറ്റിയുള്ള വിലയിരുത്തലും 1984 സുവ്യക്തമാക്കിയതാണ്. അത് ചെയ്തത് നമ്മളുടെ EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നൊരു പുസ്തകം എഴുതി. വളരെ വലിയ പുസ്തകമൊന്നുമല്ല, 100-200 പേജുള്ള ചെറിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ അതിന് തലക്കെട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ വികൃത രൂപങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടായെന്നും അതിൻ്റെ നേതൃത്വം വഹിച്ച ചില വികൃത രൂപങ്ങളുണ്ടെന്നും നമുക്ക് ആ തലക്കെട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതിൻ്റെ താഴത്തേക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ ആ അധ്യായത്തിൻ്റെ കൂടെ അദ്ദേഹം ഈ വികൃത രൂപങ്ങളുടെ ഫോട്ടോ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വികൃത രൂപങ്ങൾ നമുക്ക് കാണത്തക്ക രീതിയിൽ ഫോട്ടോ ചേർത്തിരിക്കുന്നു. 4 പേരുടെ ഫോട്ടോയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ ചേർത്തത്. സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ദയാനന്ദ സരസ്വതി, ഇത് നമ്മളുടെ ആര്യ സമാജത്തിൻ്റെ ദയാനന്ദ സരസ്വതി, പിന്നെ നാരായണ ഗുരു. ഈ 4 പേരുടെ ചിത്രം കൊടുത്തിട്ടാണ് തലക്കെട്ട് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ വികൃത രൂപങ്ങൾ. ഒരുപാട് പേരുടെ കയ്യിൽ ആ പുസ്തകം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ പുസ്തകം റീപ്രിൻ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. ചിന്ത പബ്ലിക്കേഷൻസോ മറ്റോ ആണ് അത് പ്രസിദ്ധീകരിച്ചത് അന്ന്. അതിനുശേഷം അത് മുതലാവില്ല എന്ന് കണ്ടിട്ടായിരിക്കണം അത് പുനഃപ്രസിദ്ധീകരിച്ചില്ല എന്ന് തോന്നുന്നു. ഏതായാലും കേരളത്തിൽ വ്യാപകമായിട്ട് ഒരുപാട് പേരുടെ കയ്യിൽ ആ പുസ്തകമുണ്ട്. അപ്പോൾ നാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ വികൃത രൂപം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ലൈൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ EMS അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയോ അങ്ങനെ എന്തോ ആണ്. ഏതായാലും പോളിറ്റ് ബ്യൂറോയിൽ അംഗം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യൻ പാർട്ടി ലൈനിൽ അവരുടെ വിലയിരുത്തൽ പറഞ്ഞു, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ വികൃത രൂപമാണ് നാരായണ ഗുരു. നാരായണ ഗുരു മാത്രമല്ല, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസൻ എന്നിവരെല്ലാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പല ധാരകളുണ്ടായിരുന്നല്ലോ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുഖ്യധാര, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പാരലൽ ധാര, സാവർക്കർ തുടങ്ങിയവരുടെ വേറൊരു വിപ്ലവകാരികൾ എന്നുള്ള രീതിയിൽ ധാര. പക്ഷേ ഇവർക്കെല്ലാം പൊതുവായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഭാരതത്തിൻ്റെ ആധ്യാത്മികത. അത് ഈ 3-4 ധാരകളിൽ ആരും തന്നെ അത് ഉപേക്ഷിച്ചിരുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കണ്ടൻറ്റ്, ഒരു മേജർ കണ്ടൻറ്റ് ആധ്യാത്മികതയായിരുന്നു. ഈ ആധ്യാത്മികത ഇവരുടെ ഉള്ളിൽ ഉണർത്തിയതും നിലനിർത്തിയതും ആര്? അത് ഈ നേരത്തെ പറഞ്ഞ 4 പേരാണ്. നാരായണ ഗുരു, രാമകൃഷ്ണ പരമഹംസൻ, ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ. അതിൽ മുഖ്യന്മാർ. അവരല്ലാതെ ഒരുപാട് പേരുടെ സംഭാവന അതിലുണ്ട്. കേരളത്തിൽ തന്നെ ചട്ടമ്പി സ്വാമികളുടെ സംഭാവനയുണ്ട്, സദാനന്ദ സരസ്വതിയുടെ സംഭാവനകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സന്യാസിമാർ ഇതിനെല്ലാം ഇവരുടെ ഒരു മെൻ്റൽ ഫ്രെയിം വർക്ക് തയ്യാറാക്കുന്നതിൽ അസാമാന്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരാരും തന്നെ നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുകയോ അതേ തുടർന്ന് ജയിലിലാകുകയോ അടി വാങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ നിതാന്ത പ്രചോദനമായിട്ട് ഈ ആളുകളെല്ലാം നിലകൊണ്ടു. സ്വാമി വിവേകാനന്ദനും മറ്റും നിലകൊണ്ടു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് താങ്ങാവുന്നൊരു കാര്യമല്ല.
കാരണം കമ്മ്യൂണിസത്തിൻ്റെ ഒരു മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ ആധ്യാത്മികതയാണ്. താത്വിക തലത്തിൽ പ്രയോഗത്തിൽ പാർട്ടികളായിരിക്കാം, കോൺഗ്രസ്, BJP അവരിവരൊക്കെ ആയിട്ടാണ് യുദ്ധം. ബട്ട് ആശയതലത്തിൽ കമ്മ്യൂണിസത്തെ പ്രതിരോധിച്ചത് ഭാരതത്തിലെ ആധ്യാത്മികതയാണ്. അതുകൊണ്ടാണ് മറ്റൊരുപാട് രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിന് കീഴടങ്ങിയെങ്കിലും ഭാരതത്തിന് അതിന് കീഴടങ്ങാൻ വിസമ്മതിച്ചു നിന്നു. എത്ര വർഷമായി. സോവിയറ്റ് യൂണിയൻ വിപ്ലവത്തിലൂടെ നിലവിൽ വന്നു എന്ന് പറഞ്ഞ് 1917 അതിനെയാണ് ഇവർ ഒക്ടോബർ വിപ്ലവം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ മോശം ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ. എന്നാൽ എന്തോ ആയിക്കോട്ടെ, രക്തരൂക്ഷിതമായ ഒരു വരവായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ. സോവിയറ്റ് യൂണിയൻ മാത്രമല്ല, യൂറോപ്പിൻ്റെ വലിയൊരു വിഭാഗം തന്നെ അവർ കീഴടക്കി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സ് തുടങ്ങുന്നത് തന്നെ യൂറോപ്പിനെ ഒരു ഭൂതം ഗ്രസിച്ചിരിക്കുന്നു, കമ്മ്യൂണിസത്തിൻ്റെ ഭൂതം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് തന്നെ. ഏതായാലും ഈ ഭൂതഗ്രസ്തമായ പ്രദേശങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും ഭാരതം ഈ ഭൂതത്തിൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറി നിന്നു. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആധ്യാത്മികത കൊണ്ട് എന്നാണ് ഉത്തരം. ഈ ആധ്യാത്മികതയുടെ ഉറവിടമേതാ? അതാണ് സനാതനധർമ്മം. എന്താ സനാതനധർമ്മം എന്ന് വെച്ചാൽ സനാതനമായ ധർമ്മം. എന്താ സനാതനം? എല്ലാ കാലത്തേക്കുമുള്ളത് സനാതനം, പഴയത് പുരാതനം, ഇപ്പോൾ പുതിയത്, ഏറ്റവും പുതിയത് അധുനാതനം. സനാതനം എന്ന് പറഞ്ഞാലോ പഴയതുമല്ല പുതിയതുമല്ല, എക്കാലത്തും നിലനിൽക്കുന്നത്. എന്നും അത് പുതിയതാണ്, എന്നാൽ എന്നും അത് പഴയതുമാണ്, എന്നും അത് വരാൻ പോകുന്നതുമാണ്, നിലനിൽക്കുന്നതാണ്. ഉണ്ടായതല്ല, അത് ഉണ്ടായതാണെങ്കിൽ അത് നശിക്കും. ഉള്ളതാണ് അത്, എക്കാലവും ഉണ്ടായിരുന്നു. ആ സനാതനധർമ്മം അതിൻ്റെ മൂല്യങ്ങളിലൂടെയാണ് ജനജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ സാധാരണ ആരും മോഷ്ടിക്കാറില്ല. എന്തുകൊണ്ട് മോഷ്ടിക്കാറില്ല? പോലീസിനെ ഭയന്നിട്ടാ? അല്ലല്ലോ. പോലീസ് സ്റ്റേഷൻ 10-15 കിലോമീറ്റർ ദൂരെ ഉണ്ടാവും. ഇനി പോലീസുകാരില്ല, പോലീസ് സ്റ്റേഷൻ അടഞ്ഞു കിടക്കുന്നു എന്ന് വയ്ക്കുക, നമ്മളാരെങ്കിലും മോഷ്ടിക്കാൻ ഇറങ്ങുമോ? ഇറങ്ങില്ല. അപ്പോൾ മോഷണത്തെ ഇല്ലാതാക്കുന്ന ഒരു ധാർമ്മിക ചിന്ത നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ മോഷ്ടിക്കാത്തത്. അല്ലെങ്കിൽ പോലീസില്ലാത്ത തക്കം നോക്കി എവിടെയും കയറി എന്തും മോഷ്ടിച്ച് കളയും. തല്ല് കിട്ടില്ല, പിടിക്കാൻ ആളില്ല, പട്ടിയില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോഡ് ഷെഡിങ് ആണ്, കറണ്ട് പോയിരിക്കുകയാണ്. കള്ളന്മാരങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ബട്ട് ഭൂരിപക്ഷം ജനതയും കറണ്ട് പോയി എന്ന് വിചാരിച്ചിട്ടോ, പട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടോ, പോലീസുകാരൻ സ്ഥലത്തില്ല എന്ന് വിചാരിച്ചിട്ടോ, പോലീസ് സ്റ്റേഷൻ അടഞ്ഞു കിടക്കുന്നു എന്ന് വിചാരിച്ചിട്ടോ ഒന്നും മോഷ്ടിക്കാൻ ഇറങ്ങുന്നില്ല. ഇതാണ് ധർമ്മബോധം. ഈ ധർമ്മബോധം ഭാരതത്തിൽ എന്നും ഉണ്ടായിരുന്നു. എന്നും ഉള്ളതിനാൽ അതിന് സനാതനധർമ്മം എന്ന് പേര് വന്നു. ഈ സനാതനധർമ്മത്തെ സനാതനമാക്കുന്നത് ആരാണ്? ഭാരതീയരാണ്. ആ ഭാരതീയരിൽ നാരായണ ഗുരുവും പെടും, പിണറായി വിജയനും പെടും. പിണറായി വിജയൻ പറഞ്ഞു, സനാതനധർമ്മത്തിൽ ഗുരുവിനെ തളച്ചിടാൻ പറ്റില്ല, സനാതനധർമ്മത്തിന് മാത്രമേ എല്ലാത്തിനെയും നിലനിർത്താൻ പറ്റൂ, തളച്ചൊന്നും ഇടുന്നില്ല. ഇത്രയധികം സ്വാതന്ത്ര്യം, ചിന്താസ്വാതന്ത്ര്യമുള്ള വേറെ ഒരു തത്വചിന്തയും ലോകത്ത് നിലവിലില്ല. സന്യാസം എന്ന് പറയുന്ന സമ്പ്രദായം സനാതനധർമ്മത്തിൻ്റെ സങ്കല്പനമാണ്. അതുകൊണ്ട് ഭാരതത്തിൽ മാത്രമേ നിങ്ങൾക്ക് സന്യാസം എന്ന പ്രവൃത്തി കാണാൻ പറ്റുള്ളൂ. മറ്റ് രാജ്യങ്ങളിൽ മറ്റ് പേരുകളിലൊക്കെ കല്യാണം കഴിക്കാതെ ആൾക്കാർ ജീവിക്കുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അവരെ ആരും സന്യാസി എന്ന് വിളിക്കുകയില്ല. സന്യാസം വേറൊരു സമ്പ്രദായമാണ്. അത് ബുദ്ധന്മാരുടെ ആണെങ്കിലും ജൈനന്മാരുടെ ആണെങ്കിലും ഹിന്ദു സന്യാസിയാണെങ്കിലും ആരാണെങ്കിലും ഭാരതീയൻ്റെ ആണ് സന്യാസം. ആ സന്യാസ പരമ്പരയിൽപ്പെട്ട സന്യാസിയാണ് നാരായണ ഗുരു. നാരായണ ഗുരുവിന് പ്രത്യേകം വേറൊരു ഗുരുവും ആശ്രമവും സംഗതിയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. എന്നാൽ കാര്യങ്ങളൊക്കെ പഠിച്ച തൈക്കാട്ടയ്യാവ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുണ്ട് താൻ. ഏതായാലും
അദ്ദേഹം ഈ ദശനാമി സമ്പ്രദായത്തിലോ ഒക്കെ പോയി അങ്ങനെ സന്യാസിയായതല്ല. സ്വയം അവധൂതനായിട്ട് അലഞ്ഞ് നടന്ന് അങ്ങനെ ജ്ഞാനം ആർജിച്ച് സന്യാസിയായി അതേസമയം സകല ലൗകിക കാര്യങ്ങളിലും ഇടപെട്ട് അതിലെല്ലാം വേണ്ട രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കി ആരോഗ്യമുള്ളതാക്കി ജനജീവിതത്തെ സുഗമമാക്കി തീർത്ത സന്യാസി വൈദ്യനാണ് നാരായണഗുരു. ആ നാരായണഗുരുവിന് സനാതനധർമ്മവുമായിട്ട് ബന്ധമില്ല, അങ്ങനെ ബന്ധിപ്പിക്കുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ 84-ൽ EMS പറഞ്ഞ് എഴുതി വെച്ച കാര്യം ഇങ്ങനെ ഉള്ളിൽ വല്ലാത്ത നൊമ്പരമുണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നു. ഇനി ഗുരുവിൻ്റെ തന്നെ വാക്കുകൾ നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് നാരായണഗുരു സമ്പൂർണ്ണ കൃതികൾ, മുനി നാരായണ പ്രസാദിൻ്റെ വ്യാഖ്യാനമാണ്. മുനി നാരായണ പ്രസാദ് നാരായണഗുരുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശങ്കരനെയാണ് ഗുരു പിന്തുടരുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. തത്വത്തിൽ പിന്തുടരുന്നു, പ്രയോഗത്തിലല്ല. കാരണം ശങ്കരൻ്റെ പ്രവൃത്തികൾ, നാരായണഗുരുവിൻ്റെ പ്രവൃത്തികൾ ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. ശങ്കരൻ ഈ സമൂഹത്തിൽ ഇറങ്ങി അമ്പലം വയ്ക്കുക, അല്ലെങ്കിൽ പള്ളിക്കൂടം ഉണ്ടാക്കുക, മറ്റു രീതിയിൽ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുക, ഇങ്ങനെ ചെയ്യാത്ത ആളായിരുന്നു ശങ്കരൻ. ശങ്കരൻ മഠങ്ങൾ സ്ഥാപിച്ചു, അത് വേറൊരു തരത്തിലാണ്. നാരായണഗുരുവിനെ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം ജനകീയനായിരുന്നില്ല ശങ്കരൻ. നാരായണഗുരു ജനകീയനായിരുന്നു. അപ്പോൾ പ്രവൃത്തിയിൽ, പ്രയോഗത്തിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു എങ്കിലും തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശങ്കരൻ പറഞ്ഞത് ആവർത്തിക്കുക മാത്രമാണ് ഗുരു ചെയ്തതെന്ന് അതിനർത്ഥമില്ല. ശങ്കരൻ പറഞ്ഞത് ആവർത്തിക്കുക മാത്രമല്ല ഗുരു ചെയ്തത്, ആവർത്തിച്ചിട്ടുണ്ട് ഇല്ലെന്നില്ല, പക്ഷെ അതിനപ്പുറവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നാരായണഗുരു സനാതനധർമ്മത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ തീർച്ചയായിട്ടും ആദിശങ്കരൻ സനാതനധർമ്മത്തിൽപ്പെട്ട ആളല്ലാതെയാവും. പിന്നെ സനാതനധർമ്മത്തിൽപ്പെട്ട ആളാരാ? ആളേ ഇല്ല എന്ന് വരും. ഇതെന്താണ് മുഖ്യമന്ത്രി ഇങ്ങനെ അർത്ഥശൂന്യമായിട്ട് സംസാരിക്കുന്നത്? എനിക്ക് പ്രയാസം തോന്നുന്നു. EMS പോലും വിമർശിക്കുമ്പോൾ ഇവരാരും സനാതനധർമ്മത്തിൽപ്പെട്ടവരല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. സനാതനധർമ്മത്തിൽപ്പെട്ടവരാണെന്ന് തന്നെ EMSന് അറിയാം, പക്ഷെ അവരത്ര കൊള്ളാവുന്നവരല്ല. ഇതാണ് EMSൻ്റെ വാദം. അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയും സനാതനധർമ്മത്തിൽ പെടാത്ത മനുഷ്യരേ ഭാരതത്തിലില്ല, പക്ഷേ മനുഷ്യരുടെ ഇടയിൽ കൊള്ളാവുന്നവരും കൊള്ളില്ലാത്തവരും ഒക്കെയുണ്ട്. സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കാൻ വിസമ്മതിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ EMSൻ്റെ ഭാഗത്ത് വിമർശിക്കാനായിട്ടൊരു അടിസ്ഥാനമുണ്ട്. പുള്ളിക്ക് വിമർശനം പുള്ളിയുടെ ശരിയല്ലെങ്കിലും ആ വിമർശനത്തിനൊരു അടിസ്ഥാനമുണ്ട്. പിണറായി വിജയൻ്റെ വിമർശനത്തിന് ആ അടിസ്ഥാനം പോലുമില്ല. വാസ്തവത്തിൽ 2-3 വർഷം മുമ്പാണ് നമ്മളുടെ ഉദയനിധി സ്റ്റാലിൻ എന്ന ചെറുക്കൻ, നമ്മളെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ, അവനവിടെ മന്ത്രിയൊക്കെയാണ്. അപ്പോൾ ആ ചെറുക്കനാണ് ആദ്യം ഈ സനാതനധർമ്മം എന്നാൽ ഡെങ്കു, ചിക്കൻ ഗുനിയ, കൊറോണ പോലെയൊക്കെ തുടച്ചു നീക്കപ്പെടേണ്ട ഒരേർപ്പാടാണ് എന്ന് പ്രസംഗിച്ചത് ഇയാളായിരുന്നു, ഉദയനിധി സ്റ്റാലിനായിരുന്നു. അവിടുത്തെ പുരോഗമന കലാസാഹിത്യ സംഘം, എന്താ അത്, പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ തമിഴ്നാട്ടിൽ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് ഉദയനിധി സ്റ്റാലിൻ അത് ഉദ്ഘാടനമോ സമാപനമോ മറ്റോ ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉദ്ഘോഷിച്ചത്. ആ പ്രസംഗം കോപ്പി അടിച്ചിട്ടാണ് പിണറായി വിജയൻ ശിവഗിരിയിൽ വന്നിട്ട് ഈ ഗീർവാണം അടിക്കുന്നത്. പിണറായി വിജയന് വയസ്സുകാലത്ത് ആ തമിഴൻ ചെറുപ്പക്കാരനെ അനുകരിക്കുകയോ കോപ്പി അടിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇതെന്ത് മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ
ഞാൻ നാരായണ ഗുരുവിൻ്റെ കൃതികളുടെ പേര് മാത്രം ഞാൻ വായിക്കാം. വിനായകാഷ്ടകം. ആരാ വിനായകൻ? ഗണപതി. ശ്രീ വാസുദേവാഷ്ടകം, വിഷ്ണു അഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം, ശിവപ്രസാദ പഞ്ചകം, സദാശിവ ദർശനം, ശിവശതകം, അർദ്ധനാരീശ്വരം, ചിജ്ജട ചിന്തനം, കുണ്ഡലിനിപ്പാട്ട്. ഈ കുണ്ഡലിനി എന്നൊക്കെ പറയുന്നത് സനാതന ധർമ്മത്തിലല്ലാതെ അതിന് പുറത്തെവിടെയെങ്കിലും കാണിച്ചു തരാമോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കുണ്ഡലിനിയുണ്ടോ? ബൈബിളിൽ കുണ്ഡലിനിയുണ്ടോ? ഖുറാനിൽ കുണ്ഡലിനിയുണ്ടോ? സെൻറ്റ് അവസ്ഥ എന്ന പുസ്തകത്തിലുണ്ടോ? വേറെ എങ്ങുമില്ല. സനാതന ധർമ്മത്തിലല്ലാതെ നിങ്ങൾക്ക് ഈ വാക്കുകൾ പോലും, അതിൻ്റെ അർത്ഥവും കൽപ്പനയൊക്കെ പോട്ടെ, ആ വാക്ക് പോലും കാണാൻ പറ്റില്ല. സ്വാനുഭവഗീതി, പിണ്ഡനദി, ചിദംബരാഷ്ടകം, ദേവീസ്തവം, വെറും ദേവീസ്തവം, പിന്നെ മണ്ണന്തല ദേവീസ്തവം, കാളീ നാടകം, ഭദ്രകാള്യഷ്ടകം, ദേവ്യഷ്ടകം, ഷൺമുഖസ്തോത്രം, സുബ്രഹ്മണ്യ കീർത്തനം. എൻ്റെ ദൈവമേ, ഇതൊക്കെ എഴുതിയ നാരായണ ഗുരു സനാതനധർമ്മത്തിൽപ്പെട്ട ആളേയല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. നമ്മളെന്ത് ചെയ്യും? ഇതൊക്കെ പറയാനും പറയിപ്പിക്കാനും. വാസ്തവത്തിൽ എനിക്ക് ശിവഗിരി സമ്മേളനം സംഘടിപ്പിക്കുന്ന സന്യാസിമാരോട് വിനീതമായൊരു അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും രാഷ്ട്രീയക്കാരെ ആ വേദിയിൽ വിളിക്കാതിരിക്കുക. അത് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, രാഷ്ട്രീയക്കാരെ ക്ഷണിക്കാതിരിക്കുക. കാരണം രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും അവരുടെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ടാകും. 24 മണിക്കൂറും കക്ഷി രാഷ്ട്രീയത്തിലും അതിൻ്റെ ഇക്വേഷൻസിലും കുതികാൽ വെട്ടിലും വലിപ്പച്ചെറുപ്പത്തിലും മത്സരത്തിലും ഒക്കെ പെട്ടിരിക്കുന്ന മനുഷ്യന് ക്ഷണനേരത്തേക്ക് പോലും ആധ്യാത്മികതയിലേക്ക് തിരിച്ചു വരാൻ സാധ്യമല്ല എന്ന് സന്യാസി ശ്രേഷ്ഠന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ദയാപൂർവം ഇത്തരം ചടങ്ങുകളിൽ നിന്ന് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കുക. അവർ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ചടങ്ങിൻ്റെ ശോഭയ്ക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. അതൊരു ആധ്യാത്മിക ചടങ്ങായിട്ട് തന്നെ നടക്കട്ടെ. നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ എത്രയോ സന്യാസിമാരുണ്ട്, സർവസംഘ പരിത്യാഗിമാരുണ്ട്. വലിയ ആശ്രമം ഒക്കെ ആയിട്ട് അസാമാന്യമായ പണം, കച്ചവട സ്ഥാപനങ്ങൾ, പഠിപ്പിക്കുന്ന കോളേജ്, സ്കൂൾ ഇതൊക്കെ നടത്തുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ളവരുണ്ട്. ഒരു വീട് പോലും ഇല്ലാതെ ചുമ്മാ നടന്നു പോവുകയും ആരെങ്കിലും അഭയം കൊടുത്താൽ അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആളാണ് മൊരാരി ബാപ്പു, രാമകഥ പറയുന്ന മൊരാരി ബാപ്പു. അദ്ദേഹം വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ആൾ കൂടുന്നത് 40,000. മൈക്ക്, സംഗതി, പന്തലൊക്കെ നാട്ടുകാരങ്ങ് ഇട്ടോളും. മൊരാരി ബാപ്പു വന്നാൽ മതി. അദ്ദേഹത്തിന് ആശ്രമമില്ല, വീടില്ല, പെർമനൻ്റ് സ്ഥലമില്ല, ഒന്നുമില്ല. ഇങ്ങനത്തെ ബാബാ രാംദേവ് നോക്കും, വലിയൊരു സാമ്രാജ്യം തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലല്ല, ഇതൊക്കെ വേറെ പേരിൽ നടത്തുകയാണ്. അദ്ദേഹം കാവിയും എടുത്തിട്ട് യോഗാഭ്യാസമൊക്കെ ആയിട്ട് നടക്കുന്നു. പക്ഷേ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നത് മൾട്ടിനാഷണൽസിനെയാണ്. കോൾഗേറ്റ് പാമോലിവ്, പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഇതുപോലെയുള്ള വൻകിട കമ്പനികളെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നു. ശ്രീ രവിശങ്കർ വേറൊരു ശൈലിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. മാതാമൃതാനന്ദമയി ഏറ്റവും വ്യത്യസ്തമായ ഒരു ശൈലിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ഇവരെയൊക്കെ വേണം ശിവഗിരിയിൽ വിളിക്കാൻ എന്ന് ഞാൻ കരുതുന്നു. രാഷ്ട്രീയക്കാരെ പറ്റിയത് പറ്റി. ഇനി രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ വിളിക്കാതിരിക്കുക. അവർക്ക് ആധ്യാത്മിക രംഗത്ത് സംഭാവനകളൊന്നും ചെയ്യാനുണ്ടാവുകയില്ല. പണ്ട് രാഷ്ട്രീയ രംഗത്ത്, സ്വാതന്ത്ര്യസമര കാലത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആധ്യാത്മിക നേതൃത്വം സ്വാധീനിക്കുമായിരുന്നു. അതിൻ്റെ അസ്വസ്ഥതയാണ് EMS ഞാൻ മുൻചൊന്ന ബുക്കിൽ പ്രകടിപ്പിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ആധ്യാത്മിക നേതാക്കളെപ്പോലും വോട്ട് പിടിക്കാനുള്ള യന്ത്രങ്ങളായിട്ടാണ് രാഷ്ട്രീയക്കാർ കാണുന്നത്. എന്തുകൊണ്ടാണ് ഗുരുദേവൻ സനാതനധർമ്മത്തിൽപ്പെട്ടയാളല്ല എന്ന് പിണറായി വിജയൻ പറയാൻ കാര്യം എന്താ? കേരളത്തിലെ ഈഴവ വിഭാഗം അവരാണ് CPMൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് എല്ലാവരും കരുതുന്നു. മറിച്ച് കരുതാനൊരു ന്യായം കാണുന്നുമില്ല. നമുക്ക് ചുറ്റും കാണാവുന്നൊരു കാര്യമാണ്.
ഈ ഈഴവർ കൂടുതൽ കൂടുതൽ ഗുരുവിൻ്റെ ലൈനിൽ ആധ്യാത്മിക രീതിയിലേക്ക് പോയാൽ അങ്ങനെ പോകുമ്പോൾ അവർ BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്ന് പിണറായി വിജയൻ കാണുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവരിൽ നിന്ന് അവരുടെ ആധ്യാത്മികത കുറയ്ക്കണം. ആധ്യാത്മികത കുറയ്ക്കാൻ എന്ത് ചെയ്യണം? അവരിൽ നാരായണ ഗുരുവിനെ പറ്റി അവമതിപ്പുണ്ടാക്കണം. നാരായണ ഗുരുവിനെ വില കുറച്ച് കാണാൻ എന്താ എളുപ്പം? നാരായണ ഗുരു സനാതന ധർമ്മത്തിൽപ്പെട്ട ആളെ അല്ല, അത്ര വലിയ ആളൊന്നും അല്ല എന്ന് സ്ഥാപിക്കുക. അദ്ദേഹം ആകെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ജാതിയിലെ ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ പ്രയത്നിച്ചു. ഇത്രയാണ് പിണറായി വിജയൻ്റെ വിലയിരുത്തൽ. ജാതി ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ പ്രയത്നിച്ചത് നാരായണ ഗുരു മാത്രമല്ല, ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താവും? എല്ലാവരും വിചാരിക്കും, അല്ല അതിപ്പോൾ നാരായണ ഗുരു മാത്രമാണ്, ഒരുപാട് പേര് ജാതി വിരുദ്ധ ചിന്തയുമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ എന്തായി? നാരായണ ഗുരു 1 among thousands ആയി. എത്രയോ ആൾക്കാർ, അതിൻ്റെ കൂട്ടത്തിലൊരു നാരായണ ഗുരു. ഇങ്ങനെ നാരായണ ഗുരുവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, പുതിയ ഭാഷ അതാണല്ലോ, ഈ ഫോളോവേഴ്സിൻ്റെ മനസ്സിൽ ഉള്ള മതിപ്പ് എടുത്ത് കളയുക. മെല്ലെ അത് അവമതിപ്പായിട്ട് മാറിക്കോളും. മതിപ്പെടുത്ത് കളയുക ആദ്യം. അങ്ങനെ കളയാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഈ ശിവഗിരി തീർത്ഥാടന കാലം പിണറായി വിജയൻ കണ്ടത്. പിണറായി വിജയന് ഞാൻ കുറ്റം പറയില്ല, കാരണം രാഷ്ട്രീയക്കാരങ്ങനെയാണ്. അവർക്കെപ്പോഴും വോട്ടിലാണ് നോട്ടം. ഈ വോട്ട് എൻ്റെ പാർട്ടി എന്നല്ലാതെ വേറൊരു പാർട്ടിയിലേക്ക് പോകുമോ എന്നുള്ള ഭയം കൊണ്ട് അവരെന്ത് തെറ്റും പറയും, എന്ത് നുണയും പറയും, എങ്ങനെയും ഒക്കെ സംസാരിക്കും. അധികാരമാണ് അവർക്ക് വലുത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ശിവഗിരിയിലെ ചുമതലക്കാരോട് പറയുന്നത്, ഇനി രാഷ്ട്രീയക്കാരെ വിളിക്കുന്നത് നിർത്തുക. അതാണ് നല്ലത്. അതല്ലെങ്കിൽ ഗുരുവിനൊന്നും സംഭവിക്കില്ല, സംഭവിക്കുന്നത് സമൂഹത്തിനായിരിക്കും. ഇത്തരം വിവാദങ്ങളൊക്കെ വരുമ്പോഴുണ്ടല്ലോ, പാർഷ്യലി എടുത്ത് കോട്ട് ചെയ്യും ആൾക്കാർ. ഇപ്പോൾ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ഈശ്വരവിശ്വാസിയല്ല. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് സഹോദരൻ അയ്യപ്പൻ്റെ മുദ്രാവാക്യമാണ്. അത് ചെറുപ്പക്കാരെ പെട്ടെന്ന് ആവേശഭരിതരാക്കും, അല്ലേ? അതിലൊരു അരാജകത്വം കൂടെ ഉണ്ട്. അതിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ, ഇതൊന്നും വേണ്ട, മനുഷ്യൻ സ്വതന്ത്രൻ. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ആവേശം, ഇതൊന്നും വേണ്ട. ഒരു നിഷേധ സ്വഭാവം ആ മുദ്രാവാക്യത്തിനുണ്ട്. നിഷേധാത്മകമായ ഒരു വശം അത് ചെറുപ്പക്കാരെ ഹരം കൊള്ളിക്കും. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തവർ ഒരു മനുഷ്യനും ചൊല്ലാറുമില്ല. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് ധർമ്മം വേണം, ധർമ്മം വേണം, ധർമ്മം വേണം ചിരന്തരം. 3 തവണയാണ് സഹോദരൻ അയ്യപ്പൻ ധർമ്മത്തെപ്പറ്റി പറയുന്നത്. ആ സഹോദരൻ സനാതനധർമ്മത്തിൽപ്പെട്ട ആളാണ് വേണ്ടേ പറയാം. ധർമ്മം വേണമെന്ന് 3 തവണ പറയുന്നു. സത്യവുമാണ്. ജാതിയും മതവും ദൈവവും വേണം, ധർമ്മം മതി നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ. പോരെ? ആ ധർമ്മത്തിൽ, ആ ആധ്യാത്മികതയിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. ഡെയിലി അമ്പലത്തിൽ പോയിട്ട് മോക്ഷം കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അതല്ലാതെ തന്നെ മോക്ഷമാർഗമുണ്ട്. അതിവരെല്ലാം തന്നെ ശങ്കരൻ മുതൽ നാരായണ ഗുരുതൻ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഇതൊന്നും അറിയാതെ 10 വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരൻ നുണ പറയുമ്പോൾ ആ രാഷ്ട്രീയക്കാരനെ വിളിച്ചിട്ട് ശിവഗിരിയിലും മറ്റും കയറ്റി നാരായണ ഗുരുവിനെ പറ്റി വേണ്ടാത്തതൊക്കെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മേലിലെങ്കിലും രാഷ്ട്രീയക്കാരെ ശിവഗിരിയിലെ ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.